ഹോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ IT മോഡേണൈസേഷൻ പ്രോജക്റ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുവാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക, കാണാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞായിരുന്നു IT മോഡേണൈസേഷൻ പ്രോജക്റ്റ് 2012 നടപ്പിലാക്കിയത് 8 പ്രോജക്ട്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ സിലോസ് ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഈ 8 പ്രോജക്ട്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ്. നമ്മൾ ഒരു ബ്രീഫായിട്ട് പറഞ്ഞു പോയതേ ഉള്ളൂ ആദ്യത്തെ സെക്ഷനകത്ത്. പിന്നെ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോവുകയാണ് ഈ ഒരു സെക്ഷൻ. ഡാറ്റാ സെൻറ്റർ ഫെസിലിറ്റി DCF നമ്മൾ പറഞ്ഞായിരുന്നു. പ്രൈമറി ഡാറ്റാ സെൻറ്ററും പിന്നെ ബാക്കപ്പ് ആയിട്ടുള്ള ഡിസാസ്റ്റർ റിക്കവറി സെൻറ്റർ DRC ഒക്കെ ഉൾപ്പെടുന്ന ഡാറ്റാ സെൻറ്റർ ഫെസിലിറ്റി. അപ്പോൾ ഈ ഒരു സിലോയുടെ കമൻസ്മെൻറ്റ് ഡേറ്റ് എന്നൊക്കെ പറയുന്നത് 28/12/2012 ആണ്. അപ്പോൾ ഇതിനകത്ത് പ്രൈമറി ഡാറ്റാ സെൻറ്റർ ഉണ്ട്. DAKC ധീരുഭായ് അംബാനി നോളേജ് സിറ്റി നവി മുംബൈയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 3/4/2013 ആണ്. അപ്പോൾ ഇത് ഡേ ടു ഡേ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഒക്കെ ഒരു ഹബ്ബായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഈ DAKC എന്ന് പറയുമ്പോൾ ധീരുഭായ് അംബാനി നോളേജ് സിറ്റി, അതൊരു ടെക് ക്യാമ്പസാണ്. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് നോട്ട് ചെയ്യാനുള്ളത്. പ്രൈമറി ഡാറ്റാ സെൻറ്ററിൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, അതിൻ്റെ ലൊക്കേഷൻ. പിന്നെ ഡിസാസ്റ്റർ റിക്കവറി സെൻറ്റർ DRC PTC മൈസൂരിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 15/5/2015 തൊട്ടാണ് അതിൻ്റെ ഒരു ആക്ടിവേഷൻ ഡേറ്റ് പറയുന്നത്. ഇതൊരു ബാക്കപ്പ് തരുന്നു. ഇപ്പോൾ ഈ പ്രൈമറി ഡാറ്റാ സെൻറ്ററിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ടെക്നിക്കൽ ഫെയിലർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലൊക്കെ അതുപോലെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് പോകാനായിട്ട് ഒരു ബാക്കപ്പായിട്ട് വർത്തിക്കുന്ന ഡിസാസ്റ്റർ റിക്കവറി സെൻറ്റർ. ഇതിനകത്തൊരു ഡേറ്റ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് കുറച്ച്. ഇപ്പോൾ നമ്മൾ ഈ പ്രൈമറി ഡാറ്റാ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത് 3/4/2013 ആണ്. 3/4/3 ഓർത്ത് വയ്ക്കാം. DRCയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15/5/2015 ആണ്. 15/5/15 എന്ന് ഓർത്ത് വയ്ക്കാം. പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു നമ്പറാണ്. അടുത്ത നെറ്റ്വർക്ക് ഇൻ്റഗ്രേറ്ററാണ് NI. ഇതിൻ്റെ ഒരു കമൻസ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 28/9/2012 ആണ്. നെറ്റ്വർക്ക് ഇൻ്റഗ്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റ്വർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുക. എല്ലാ ഓഫീസസിനെയും, എല്ലാ DOP ഓഫീസസിനെയും ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുക. ഇതിൻ്റെ വെണ്ടറായിട്ടുള്ള സിഫി ഈ നെറ്റ്വർക്കിങ്ങിൻ്റെയൊക്കെ ഒരു മോണിറ്ററിങ് മാനേജ്മെൻറ്റൊക്കെ നടത്താനായിട്ട് ചെന്നൈയിലൊരു നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻറ്റർ NOC റൺ ചെയ്യുന്നുണ്ട്. അടുത്ത് പറയുന്നത് ഓരോ POസിന് 2 തരത്തിലുള്ള നെറ്റ്വർക്ക് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. NSP1, NSP2. NSP1 എന്ന് പറയുന്നത് വയർഡ് ആണെങ്കിൽ NSP2 എന്ന് പറയുന്നത് വയർലെസ് ആണ്. ഈ NSP1 എന്ന് പറയുന്നത് BSNL വഴിയാണ്. NSP2 എന്ന് പറയുന്നത് എയർടെൽ ആണ്. ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 2 കണക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ BSNLൻ്റെ ഈ വയർഡ് കണക്ടിവിറ്റി പോയാലും മറ്റൊരു കണക്ടിവിറ്റി കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു തടസ്സം, നെറ്റ്വർക്കിങ്ങിനൊരു തടസ്സമൊന്നും നേരിടുന്നില്ല. അടുത്ത സീക്വൻസ് ഓഫ് നെറ്റ്വർക്ക് ഫ്ലോ. ആ നെറ്റ്വർക്കിൻ്റെ ഒരു ഫ്ലോ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതായത് സെൻട്രൽ സെർവറിൽ നിന്നൊക്കെ ഒരു ഡാറ്റ നമ്മുടെ ലോക്കൽ ഓഫീസിലൊക്കെ വരുന്ന ഒരു പ്രോസസ്സിൽ ആദ്യം എക്സ്ചേഞ്ചിൽ അത് എത്തുന്ന സിഗ്നൽ, പിന്നെ മോഡത്തിലോട്ട് ഈ ഒരു സിഗ്നലിനെ മോഡം ട്രാൻസ്ലേറ്റ് ചെയ്യും നമ്മുടെ ഓഫീസ് ഹാർഡ്വെയർസിന് റീഡ് ചെയ്യത്തക്ക രീതിയിൽ ആ ഒരു ഫോർമാറ്റിൽ. പിന്നെ ഈ ഡാറ്റ പാക്കറ്റ്സ് റൂട്ടറിലേക്ക് പോകും. റൂട്ടർ റൂട്ട് ചെയ്യും കറക്റ്റായിട്ടുള്ള പാത്തിലൂടെ, സേഫായിട്ടുള്ള പാത്തിലൂടെ ഡെസ്റ്റിനേഷനിലേക്ക്. സ്വിച്ച് ഡേറ്റ ഡയറക്റ്റ് ചെയ്യും കറക്റ്റായിട്ടുള്ള പർട്ടിക്കുലർ ഡിവൈസിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക്. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആ PC കമ്പ്യൂട്ടർ. അപ്പോൾ ഇങ്ങനെയാണ് നെറ്റ്വർക്കിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് ഓരോ മോഡത്തിൻ്റെ, റൂട്ടറിൻ്റെ, സ്വിച്ചസിൻ്റെ ഒക്കെ മാനുഫാക്ചേഴ്സാണ്. ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ FSIയുടെ ഭാഗമായിട്ട് 1000 ATMകൾ ഹാവ് ബീൻ ഓപ്പൺഡ്. ഒരു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടറിൽ ഒന്നൊന്ന രീതിയിൽ 1000 ATMs അക്രോസ് ദ കൺട്രി ഓപ്പൺ ചെയ്തു. അങ്ങനെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ ഫസ്റ്റ് ATM ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുന്ന T നഗർ HO ചെന്നൈയിലാണ് 25/2/2014. PO ATMs ഇൻ്ററോപ്പറബിൾ ആയത് 31/12/2016. അതായത് ഈ 31 ഡിസംബർ 2016 മുമ്പായിട്ട് പോസ്റ്റ് ഓഫീസ് ഡെബിറ്റ് കാർഡുകൾ നമ്മുടെ തന്നെ പോസ്റ്റ് ഓഫീസ് ATMൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇങ്ങനെ ഇൻ്ററോപ്പറബിൾ ആയ ശേഷം നമുക്കൊരു പോസ്റ്റ് ഓഫീസ് ഡെബിറ്റ് കാർഡ് മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ATMസിൽ യൂസ് ചെയ്യാം. പിന്നെ മറ്റുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് ഡെബിറ്റ് കാർഡുകൾ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ATMസിലും യൂസ് ചെയ്യാം. DOPയുടെ ബാങ്കിങ് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 14/12/2018. പിന്നെ മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 15/10/2019. അടുത്ത കസ്റ്റമർ സപ്പോർട്ട് ടോൾ ഫ്രീ നമ്പേഴ്സ്. നമ്മുടെ ഈ ജനറൽ എൻക്വയറീസ്, നമ്മുടെ അക്കൗണ്ട്സിനെ കുറിച്ച്, സ്കീമുകളെ കുറിച്ചൊക്കെ ഉള്ളതൊക്കെ അതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ളത് 180026668688. ഡിജിറ്റൽ ബാങ്കിങ് ആൻഡ് കാർഡ്സ്
180042524440. അതായത് ഈ ബ്ലോക്ക് ഡെബിറ്റ് കാർഡ്സ്, ATM എറേഴ്സ്, അല്ലെങ്കിൽ മൊബൈൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ലോഗിൻ ഇഷ്യൂസ് ഇതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഇത്രയാണ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ്റഗ്രേറ്ററിനെ സംബന്ധിച്ച് നമ്മൾ പറയാനുള്ളത്. ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 28/9/2012 ചേഞ്ച് മാനേജ്മെൻറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു. ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മാറി വരുന്ന ഈ പുതിയ IT എൻവയറൺമെൻറ്റിൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകാതെ അവർക്ക് വേണ്ടുന്ന നോളജുകളും ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുക. അതാണ് ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ചേഞ്ചിനെ മാനേജ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, ബോത്ത് ഈ GDSനും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസിനും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ട്രെയിനിങ് പ്രൊവൈഡ് കൊടുത്തത് ഓരോ ഡിവിഷൻസിലും ഉള്ള WPCTCയിലൂടെയാണ്, അതായത് വർക്ക് പ്ലേസ് കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്റേഴ്സിലൂടെ. പിന്നെ ഈ ഒരു സിലോൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് 15/10/2012. അത് അതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് 2015. അടുത്ത എക്സാം വൈസിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ഈ ചേഞ്ച് മാനേജ്മെൻറ്റ് സിലോയിൽ ചേഞ്ച് ലീഡർ എന്നറിയപ്പെടുന്നത് ഡിവിഷണൽ ഹെഡാണ്. ഡിവിഷണൽ ഹെഡിനാണ് ചേഞ്ച് ലീഡർ എന്ന് പറയുന്നത് ആ സിലോയെ സംബന്ധിച്ച്. അടുത്ത കോർ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ CSI. 8 സിലോസിൽ CSI ആണ് ബ്രെയിൻ ഓഫ് ദ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നറിയുന്നത്. ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ ഓപ്പറേഷൻസിനെ ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. കോർ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ എന്ന് പറയുന്നത് ബ്രെയിൻ ഓഫ് ദ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ എൻ്റെ പൈലറ്റ് റോൾ ഔട്ട്, എൻ്റെ ഒരു ട്രയൽ റൺ എന്നൊക്കെ പറയാം ഫസ്റ്റ്. അത് മൈസൂർ ഡിവിഷനിലാണ്, കർണാടക. ത്രൂ CSIയിലൂടെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിജിറ്റലൈസ് ചെയ്ത് എല്ലാ പോസ്റ്റൽ ഓപ്പറേഷൻസ്, മെയിൽ ഓപ്പറേഷൻസ്, കൗണ്ടർ ഓപ്പറേഷൻസ് ഒരൊറ്റ സിംഗിൾ സെൻട്രൽ സർവർ ബേസ്ഡ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഈ ഓപ്പറേഷൻസ് എല്ലാം. അടുത്ത് CSI എംപ്ലോയി ID 8 ഡിജിറ്റ്സ്. അത് യുണീക്ക് ID. ഈ സാപ്പിലേക്കുള്ള ലോഗിന്, പിന്നെ പോസ്റ്റിലേക്ക്, പോയിൻ്റ് ഓഫ് സെയിൽ, ബാക്ക് ഓഫീസ്. പിന്നെ ഫെസിലിറ്റി സെൻറ്റർ ID 13 ഡിജിറ്റ്സ്, സ്പെസിഫിക് പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട്. പ്രോഫിറ്റ് സെൻറ്റർ ID 10 ഡിജിറ്റ്സ്. അതൊരു ഫിനാൻഷ്യൽ കോഡാണ്, ഈ റവന്യൂവും എക്സ്പെൻസൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ടൊരു സ്പെസിഫിക് ഓഫീസിൽ. അടുത്ത GL കോഡ്, ജനറൽ ലെഡ്ജർ കോഡ്. ഇതൊരു അക്കൗണ്ടിങ് കോഡാണ് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ടുള്ള. റൂറൽ ഹാർഡ്വെയർ ഇതെന്ന് പറയുന്നത് ഈ വില്ലേജ് ലെവൽ പോസ്റ്റ് ഓഫീസുകളെ ഡിജിറ്റലൈസ് ചെയ്യുക, മോഡേണൈസ് ചെയ്യുക, അതുവഴി ബെറ്റർ സർവീസസ് അതുവഴി നടപ്പിലാക്കുക. ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഉള്ളത്. This segment of the IT modernization project is aiming for the supply and maintenance of hardware for BO computerization and network connectivity to BOs. അതായത് BO കമ്പ്യൂട്ടറൈസേഷൻ ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയർ സപ്ലൈ ചെയ്യുക, മെയിൻ്റനൻസ് ചെയ്യുക, അതിൻ്റെ പിന്നെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി കൊടുക്കുക BOസിന്. ഇതൊക്കെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. 5% of buffer stock will be maintained at divisional levels to ensure immediate replacements in case of faults in hardware. അതായത് ഡിവിഷണൽ വൈസിൽ 5% ഓഫ് സ്റ്റോക്ക് ഉണ്ടാവും, ഒരു ബഫർ സ്റ്റോക്ക് ഉണ്ടാവും ഡിവൈസസിൻ്റെ. ഇപ്പോൾ ഏതെങ്കിലും ഡിവൈസ് ചീത്തയായി, അപ്പോൾ അത് റീപ്ലേസ്മെൻറ്റ് നടത്തണം. പെട്ടെന്ന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5% സ്റ്റോക്ക് കീപ്പ് ചെയ്യും ഡിവിഷൻ ലെവലിൽ. അതായത് ഒരു ഡിവിഷൻ 100 ഡിവൈസസ്, ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 എക്സ്ട്രാ ഡിവൈസസ് റിസർവിൽ വയ്ക്കും. അടുത്തത് 6 സർക്കിളുകളിൽ ഇതിൻ്റെ ഒരു ട്രയൽ റൺ RICT ദർപ്പണ്ട്. അത് ആസാം, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, UP എന്നീ 6 സർക്കിൾസിലാണ് ഒരു പൈലറ്റ് റൺ ഉണ്ടായത്. RICT സ്റ്റാൻഡ്സ് ഫോർ, അത് ഓർത്ത് വെച്ചിരിക്കുക, റൂറൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. RICT ദർപ്പൺ is the digital application used by rural postal workers to handle banking, insurance and mail. അടുത്ത RICT സിസ്റ്റം ഇൻ്റഗ്രേറ്റർ അല്ലെങ്കിൽ RSI, റൂറൽ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ. ഇത് ഉദ്ദേശം വെക്കുന്ന ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് റൂറൽ ഡിജിറ്റലൈസേഷൻ. ഈ റൂറൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകൾക്ക് ആവശ്യമായിട്ടുള്ള ഹാൻഡ് ഹെൽഡ് ഡിവൈസുകൾ, പിന്നെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ സൊല്യൂഷൻസ്, പിന്നെ കോർ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ സൊല്യൂഷൻസ്, ഇതൊക്കെ റൂറൽ ബ്രാഞ്ചസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ റൂറൽ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഈ റൂറലായിട്ടുള്ള ഓപ്പറേഷൻസിനെ ഈ സെൻട്രൽ പരിപാടികളായിട്ടുള്ള കോർ ബാങ്കിങ് സൊല്യൂഷൻസ്, കോർ സിസ്റ്റം ഇൻ്റഗ്രേഷൻ ഇതുമായിട്ടൊക്കെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. പിന്നെ EMആയിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകൾ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത മെയിൽ ഓപ്പറേഷൻസ് ഹാർഡ്വെയർ MOH നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ മെയിൽ ഓഫീസസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിവൈസസ്, ഈ കമ്പ്യൂട്ടേഴ്സ്, സ്കാനേഴ്സ്, അതുപോലെ പെരിഫറൽസൊക്കെ സപ്ലൈ ചെയ്യുന്നു. പിന്നെ പോസ്റ്റ്മാൻ സ്റ്റാഫിനുള്ള ഡിവൈസസുകൾ സപ്ലൈ ചെയ്യുന്നു. ഈ സ്മാർട്ട് ഫോണുകൾ, അതുപോലത്തെ മൊബൈൽ ഡിവൈസസുകൾ, ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്യാപ്ചർ ചെയ്യാനും പിന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സിന് അതുപോലത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിവൈസസുകൾ സപ്ലൈ ചെയ്യുന്നത്.
ഇത്രയാണ് ഒരു ഡീറ്റെയിലിംഗ് വരുന്നത് ഈ IT മോഡേണൈസേഷൻ പ്രോജക്റ്റിൻ്റെ 8 സിലോസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ അറിയപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.